ഞാൻ സൂചിപ്പിക്കുന്നത് കരുതിയിരിക്കാൻ മതിയാണ്. സംഘടിതമായി ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കാൻ നോക്കുമ്പോൾ ധാരാളം ആളുകളെ അവതരിപ്പിച്ചുകൊണ്ട് പല പലക്കുള്ള അപവാദപരങ്ങളുമായിട്ട് മുന്നോട്ട് ഇവരെല്ലാം ഓരോ വിഷയങ്ങളുടെ മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. ഇതിന്റെ കാരണം നിങ്ങളിൽ പോയി സമ്മേളനത്തിൽ ആയിരക്കണക്കിന് ആയിരം ആളുകൾ നിങ്ങൾ കാണുന്നത് ആയിരക്കണക്കിനായി ഓരോ മനുഷ്യന്റെയും കടന്നുകൊണ്ട് വളരെ സാധ്യമല്ല. പക്ഷേ അങ്ങനെ എത്രയോ പദ്ധതികൾ നടത്തിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവന് അഭിനയിക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. വികസനവും ഈ കരുതലും കേരളത്തിന്റെ ഐക്യവും വെറുതെ പിടിച്ചുകൊണ്ട് LDF നടത്തുന്ന ഈ ജൈത്രയാത്ര വലിയ വിജയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ധർമ്മടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാനതകളില്ലാത്ത ഒരു ശക്തി കേന്ദ്രമാണ്. ഞാൻ പറഞ്ഞതുപോലെ കേരള മുഖ്യമന്ത്രിയുടെ മുൻകൈയിൽ നടന്നിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും ആ മണ്ഡലത്തിലാണ് ഈ ജാഥ ആദ്യ പര്യടനത്തിന് എത്തിയിരിക്കുന്നത്. ഇവിടെ ഈ ജാഥ സ്വീകരണത്തെ വലിയ വിജയമാക്കുന്നത് ധർമ്മടത്തിന്റെ പാരമ്പര്യം എപ്പോഴും അങ്ങനെയായിരുന്നു. ഈ കൗണ്ട് നിറഞ്ഞ കൗണ്ടൊഴിക്കുക ഒരു ജനാവലി ഈ ജാതിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ പുറത്ത് കാത്തുനിൽക്കുന്നു. അങ്ങനെ ഇതൊരു മഹാസമ്മേളനമാക്കി മാറ്റുന്നുണ്ട്. ഇന്ന് ഓരോരുത്തരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ മേഖലാ വികസന ജാഥയുടെ ഒരംഗം എന്നുള്ള നിലയിൽ നന്ദി പറഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ ഏറ്റവും കരുത്തുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് നമ്മൾ ഓരോരുത്തരും തയ്യാറെടുക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം തീർക്കുന്നു. അഭിവാദ്യങ്ങൾ. അടുത്തതായി KS സലീഖ CPM കേന്ദ്ര കമ്മിറ്റിയാണ് മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാഹരണ നേതാക്കളെ, പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, കേരളത്തിൽ 3 ജാഥകളാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ജാഥ നാളെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. 2 ജാഥകൾ ഇതിനോടകം തന്നെ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. 1-ാം തീയതി ആരംഭിച്ച ഈ ജാഥ, ആ ജാഥയിൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് 15ാമത്തെ സ്വീകരണ കേന്ദ്രത്തിലാണ്. 5ാം ദിവസത്തിൽ ആദ്യം നടക്കുന്ന സ്വീകരണം ധർമ്മടം മണ്ഡലം എന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ